ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. എന്നെ കണ്ട ഉടനെ, ഹലോ മിസ്റ്റർ ശ്രീനിവാസൻ, നിങ്ങൾ മണിമുഴക്കത്തിൽ അഭിനയിക്കാൻ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ബക്കർജിയോട് ചാൻസ് ചോദിക്കാൻ അവിടെ വന്നിരുന്നു. ചാൻസ് കിട്ടിയില്ല. നിങ്ങളുടെ വീട് പാട്യത്തല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് അല്ലേ? മട്ടന്നൂർ NSS കോളേജിലല്ലേ നിങ്ങൾ പഠിച്ചത്? യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടില്ലേ? അന്ന് മദ്രാശിയിൽ ക്രിസ്ത്യൻ ആർട്സിന്റെ ഒരു റേഡിയോ നാടകത്തിൽ നിങ്ങൾ അഭിനയിച്ചില്ലേ? അത് ഞാൻ കേട്ടിരുന്നു. ഒറ്റ വീർപ്പിന് അയാള് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഫുൾ ചരിത്രം പറയാണ്. ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ മാത്രമല്ല മലയാള സിനിമയിലുള്ള മിക്കവാറും ആളുകളുടെയൊക്കെ കുടുംബചരിത്രവും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് ബൈഹാർട്ടാണ്. ഞാൻ അയാൾ അന്തം വിട്ട് നോക്കി. അയാൾ കൈനീട്ടി. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാനിതിൽ അഭിനയിക്കാൻ വന്നതാ, പേര് മമ്മൂട്ടി. പ്രിയരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിന്തിക്കാൻ വേണ്ടി മാത്രം മുകളിലെ ദൃശ്യങ്ങൾ കണ്ടത് നമ്മുടെ മലയാളികളുടെ വിനയാനിതനായ എല്ലാവരുടെയും ഹാസ്യ ഒരു ഇഷ്ട ഒരു നടനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ മാറ്റങ്ങൾ പ്രകൃതിയിലല്ല, മനുഷ്യനല്ല, എല്ലാത്തിനും മാറ്റങ്ങൾ വരും, മനുഷ്യന് മാത്രമല്ല. അപ്പം നമ്മുടെ സാധാരണക്കാരുടെ നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാൻ നമ്മളതിൻ്റെ പഴയകാല ദൃശ്യങ്ങൾ എടുത്ത് നോക്കണം. ഏകദേശം ഒരു 5 വർഷം മുമ്പുള്ള നമ്മുടെ ദൃശ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ നമുക്കറിയാം. ചിന്തിക്കാൻ വേണ്ടി 2 വർഷം പ്രവാസത്തിന് പോയി തിരിച്ചു വരുമ്പോൾ പഴയകാല ദൃശ്യങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ. ശരീരമെല്ലാം സിഗ്നൽ തരുന്നുണ്ട്. ജീവിതത്തിൻ്റെ റെഡ് കാർഡ് കാണിക്കാൻ, അതിന് ജീവിതത്തിൻ്റെ അസ്തമയം സിഗ്നൽ തരുന്നുണ്ട്. അവിടെ എവിടെയും ശരീരത്തിൻ്റെ നിരകൾ ബാധിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രം ചിന്താ ചാനലിനുള്ളിൽ, അല്ലാതെ ഒരു നടനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ പറയില്ലേ ചോരത്തളപ്പ്, ആ ചോരയുടെ പ്രഷർ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആ പ്രഷർ അത് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തുടിപ്പ് പോവും, ശരീരത്തിന് ചുളിവ് വരും, അവിടെ നര ബാധിക്കും, ശരീരത്തിന് ഞരമ്പുകൾക്ക് ക്ഷയം വരും. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം ശരീരത്തിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞ നടന്മാരുടെ നമ്മൾ പഴയത് കാണുമ്പോൾ ഒരു ഓർമ്മ വന്നു. ജീവിതത്തിലെ മാറ്റങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം. ജീവിതമെന്ന കളിക്കളത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനുള്ള സിഗ്നൽ, റെഡ് കാർഡ് കാട്ടുന്ന സിഗ്നൽ ശരീരം കാണിക്കും. ശരീരത്തിൻ്റെ തുടിപ്പും കുറയും. ശരീരം അതിലുള്ള എല്ലാ സിഗ്നലുകളത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവയുടെ നര ബാധിക്കും. ശരീരത്തിലെ ചുളിവുകൾ ഒരു ഊന്നുവടിയുടെ സഹായം വരും. ഇങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ അസ്തമയത്തിന് നമുക്കുള്ള സിഗ്നൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം അനീഫ കട്ടുപ്പാറ.